എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 1 മുതൽ 7 വരെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ലോക ക്ഷീരദിനത്തെക്കുറിച്ച് നോക്കാം. എല്ലാ വർഷവും ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നത്. 2026 ലോക പാൽ ദിനത്തിൻ്റെ പ്രമേയമാണ് വനിതാ കർഷകരെ ആഘോഷിക്കുക എന്നത്. 2025 ലോക പാൽ ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് ഡയറിയുടെ ശക്തി ആഘോഷിക്കാം. ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നത്. ലോക ക്ഷീരദിനം എന്ന ആശയം 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആണ് അവതരിപ്പിച്ചത്. ദേശീയ ക്ഷീരദിനം നവംബർ 26 ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ശ്രദ്ധേയമായ സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ഇന്ത്യയിലുടനീളം ദേശീയ ക്ഷീരദിനം ആചരിക്കുന്നത്. രാജ്യത്തിൻ്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജസുബ്രഹ്മണി 2026 മെയ് 31 ചുമതലയേറ്റു. ഇന്ത്യയുടെ മൂന്നാമത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ CDS ആണ് ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജസുബ്രഹ്മണി. സംയുക്ത സൈനിക മേധാവി എന്നതിന് പുറമെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് സെക്രട്ടറി എന്ന ചുമതല കൂടി അദ്ദേഹം വഹിക്കും. ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ ബിപിൻ റാവത്ത്. രണ്ടാമത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ 2026 മെയ് 30 സർവീസിൽ നിന്ന് വിരമിച്ച ഒഴിവിലേക്കാണ് ജനറൽ NS രാജസുബ്രഹ്മണി ചുമതലയേറ്റത്. അടുത്തത് 2026 യുഫെഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ്. 2026 ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG ആണ് നേടിയത്. ഫൈനലിൽ ആഴ്സണലിനെ തോൽപ്പിച്ചാണ് കിരീടം നിലവിലെ ചാമ്പ്യൻസായ PSG നിലനിർത്തിയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 വിജയമാണ് PSG നേടിയത്. കളിയുടെ നിശ്ചിത സമയവും എക്സ്ട്രാ ടൈമും 1-1 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. 2025 ഇന്റർ മിലാനെ തോൽപ്പിച്ച് PSG ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ പുസ്കാസ് അരീനയിൽ 2026 മെയ് 30 ഫൈനൽ നടന്നത്. അടുത്തത് പത്മ ബാരേജ് പദ്ധതി എന്താണെന്ന് നോക്കാം. ബംഗ്ലാദേശ് നടപ്പാക്കുന്ന നദീതട പദ്ധതിയാണ് പത്മ ബാരേജ് പദ്ധതി. ഇന്ത്യയിലെ ഫറാക്ക ബാരേജ് കാരണം ഗംഗാ നദിയിലെ സീസണൽ ജലപ്രവാഹം കുറഞ്ഞതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അനുഭവപ്പെടുന്ന വരൾച്ച പരിഹരിക്കാൻ ബംഗ്ലാദേശ് സർക്കാർ ആരംഭിച്ച നദീതട പദ്ധതിയാണ് പത്മ ബാരേജ് പദ്ധതി. ബംഗ്ലാദേശിൻ്റെ രാജ്ബാരി ജില്ലയിലെ ഗംഗാ നദിയുടെ ഭാഗമായ പത്മ നദിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലുള്ള ഫറാക്ക ബാരേജിന് താഴെ വെച്ചാണ് ഗംഗാ നദി പത്മ എന്നും ഹൂഗ്ലി എന്നും രണ്ടായി പിരിയുന്നത്. ബ്രഹ്മപുത്ര നദിയുമായി ചേർന്ന ശേഷം പത്മ നദി മേഘ്ന എന്ന പേരിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 1996 ഒപ്പുവെച്ച 30 വർഷത്തെ ചരിത്രപരമായ കരാർ 2026 ഡിസംബറിൽ അവസാനിക്കുകയാണ്. അടുത്തത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. സിന്തറ്റിക് ഡ്രഗ്സുകളുടെയും മറ്റു മയക്കുമരുന്നുകളുടെയും വ്യാപനം തടയുക എന്നതാണ് കേരള പോലീസും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ 2026 ജൂൺ 2 തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദൗത്യത്തിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസറാണ് ഇൻ്റലിജൻസ് IG വിമലാദിത്യ. കേരളത്തിൻ്റെ നിലവിലെ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. കേരള സംസ്ഥാന പോലീസ് മേധാവിയാണ് DGP റവാഡ ആസാദ് ചന്ദ്രശേഖർ. അടുത്തത് 22ാമത് ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നോക്കാം. മെയ് 28 മുതൽ 31 വരെ ഹോങ്കോങ്ങിലെ കായ്ടാക് യൂത്ത് സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന 22ാമത് ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണ്ണമടക്കം ആകെ 19 മെഡലുകൾ നേടി ഇന്ത്യക്ക് 2ാം സ്ഥാനം ലഭിച്ചു. 14 സ്വർണ്ണമടക്കം ആകെ 25 മെഡലുകൾ നേടി ചൈനയാണ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ്. അടുത്തത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ച് നോക്കാം. ബ്രിട്ടീഷ് ദിനപത്രമായ ദ ഗാർഡിയൻ പുറത്തിറക്കിയ ലോക സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇടം നേടി. കോട്ടയം ജില്ലയിലെ അയ്മനത്തെയും മീനച്ചിലാറിനെയും പശ്ചാത്തലമാക്കിയ ഈ നോവൽ പട്ടികയിൽ 32ാം സ്ഥാനത്താണ്. പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളി എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്.
പട്ടികയിൽ ജോർജ് എലിയറ്റിൻ്റെ മിഡിൽ മാർച്ച് 1ാം സ്ഥാനവും ടോണി മോറിസിൻ്റെ ബിലവഡ് 2ാം സ്ഥാനവും നേടി. പട്ടിക തയ്യാറാക്കിയ 172 വിധികർത്താക്കളുടെ പാനലിൽ ഉൾപ്പെട്ട പ്രശസ്ത മലയാളി കവിയും നോവലിസ്റ്റുമാണ് ജി തൈൽ. അടുത്തത് IPL 2026 ഫൈനലിനെ കുറിച്ച് നോക്കാം. 19ാമത് IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് IPL കിരീടം നിലനിർത്തി. തുടർച്ചയായി 2ാം വട്ടമാണ് IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നേടുന്നത്. തുടർച്ചയായി 2 കിരീടം നേടുന്ന 3ാമത്തെ ടീമാണ് RCB. മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസ് എന്നിവരാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമായിരുന്നു ഫൈനൽസ് വേദി. RCBയുടെ ക്യാപ്റ്റനാണ് രജത് പട്ടിദാർ. 2026 IPL ഓറഞ്ച് ക്യാപ്പ് രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശി നേടി. 776 റൺസാണ് വൈഭവ് സ്കോർ ചെയ്തത്. ഓറഞ്ച് ക്യാപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ്. 15 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. 29 വിക്കറ്റോടെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കഗീസോ റബാഡ പർപ്പിൾ ക്യാപ്പ് നേടി. ഫൈനലിൻ്റെ മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലിയാണ്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന വിപണി അമേരിക്കയാണ്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വരുമാനത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചെയ്ത സമുദ്രോൽപ്പന്നങ്ങളുടെ അളവെടുത്താൽ 1ാമൻ ചൈനയാണ്. ചൈനയിലേക്ക് താരതമ്യേന വിലക്കുറവുള്ള ഉണക്കിയ മത്സ്യം അടക്കം കൂടുതലായി കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതിനാലാണ് കയറ്റുമതി അളവിൽ 1ാമതെത്തിയിട്ടും കയറ്റുമതി വരുമാനത്തിൽ ചൈന 2ാം സ്ഥാനത്തായത്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ശീതീകരിച്ച ചെമ്മീനാണ് ഇത്തവണയും 1ാം സ്ഥാനത്ത്. സമുദ്രോൽപ്പന്ന ചരക്ക് കൈകാര്യം ചെയ്യുന്ന മുൻനിര തുറമുഖങ്ങൾ കൊച്ചി തുറമുഖത്തിനാണ് 3ാം സ്ഥാനം. 1ാം സ്ഥാനത്ത് വിശാഖപട്ടണം, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് അഥവാ JNP ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നവാഷാവ. അടുത്തത് സെഹാത്ത് മിഷനാണ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവയെ ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് വിളകളിലൂടെയും ശരിയായ ഭക്ഷണ രീതിയിലൂടെയും രോഗപ്രതിരോധം ലക്ഷ്യമിട്ട് 2026 മെയ്യിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ദേശീയ ദൗത്യമാണ് സെഹാത്ത് മിഷൻ. 2026 മെയ് 11 ന്യൂഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ കൃഷിയിടങ്ങൾ, ആരോഗ്യകരമായ ഇന്ത്യ അഥവാ ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഫാംസ് ആൻഡ് ഹെൽത്തി ഇന്ത്യ എന്നാണ് സെഹാത്ത് മിഷൻ്റെ മുദ്രാവാക്യം. 1929 സ്ഥാപിക്കപ്പെട്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR 1911 സ്ഥാപിക്കപ്പെട്ട് ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR എന്നിവ ചേർന്നാണ് ഈ ദൗത്യം നടപ്പിലാക്കുന്നത്. കാർഷിക ആരോഗ്യ മേഖലകൾ ഒരുമിച്ച് ഒരു ദേശീയ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് ഇതാദ്യമായാണ്. അടുത്തത് കിംബർലി പ്രോസസ് ഇന്റർസെഷണൽ മീറ്റിംഗ് 2026 കുറിച്ച് നോക്കാം. കിംബർലി പ്രോസസ് ഇന്റർസെഷണൽ മീറ്റിംഗ് 2026 ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരമാണ് മുംബൈ. 2003 സ്ഥാപിതമായ കിംബർലി പ്രോസസ് എന്നത് ലോകമെമ്പാടും നിയമവിരുദ്ധമായി നടക്കുന്ന സംഘർഷ വജ്രങ്ങളുടെ അഥവാ കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സ് അല്ലെങ്കിൽ രക്തരത്നം ബ്ലഡ് ഡയമണ്ട്സിൻ്റെ വ്യാപാരം തടയുന്നതിനായി രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ്. 2026 ജനുവരി 1 മുതൽ ഇന്ത്യ കിംബർലി പ്രോസസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രകൃതിദത്ത വജ്രമേഖലയിലെ സുസ്ഥിരത ലക്ഷ്യമിട്ട് വിശ്വാസ്യത, അനുസരണം, ഉപഭോക്തൃ ആത്മവിശ്വാസം എന്നീ 3 Cകൾ അഥവാ ക്രെഡിബിലിറ്റി, കംപ്ലയൻസ് ആൻഡ് കൺസ്യൂമർ കോൺഫിഡൻസ് അജണ്ടകളാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ സുചീന്ദ്ര മിശ്രയാണ് നിലവിലെ കിംബർലി പ്രോസസ് ചെയർമാൻ. അടുത്തത് കേരളത്തിൻ്റെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് നോക്കാം. കോൺഗ്രസിലെ വനിതാ നേതാവായ ഷാനിമോൾ ഉസ്മാൻ കേരളത്തിൻ്റെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അരൂരിൽ നിന്നാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 178 അനുച്ഛേദം അനുസരിച്ചാണ് സംസ്ഥാന നിയമസഭകളിൽ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത്. 35 വർഷത്തിന് ശേഷമാണ് കേരളത്തിന് വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ലഭിക്കുന്നത്. KO ഐഷാബായ്, നഫീസത്ത് ബീവി, ഭാർഗവി തങ്കപ്പൻ എന്നിവർക്ക് ശേഷം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്ന വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയിലെ നിലവിലെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അടുത്തത് കർണാടകയിൽ പുതിയ മന്ത്രിസഭ. കർണാടകയിൽ കോൺഗ്രസിലെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ രൂപീകരിച്ചു. കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി G പരമേശ്വരയും ചുമതലയേറ്റു. മുതിർന്ന നേതാവ് രാജിവെച്ച സിദ്ധരാമയ്യ ഒഴിഞ്ഞ സീറ്റിലേക്കാണ് DK ശിവകുമാർ വന്നത്. സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു DK ശിവകുമാർ.
കടൽ സെൻസസ് എന്താണെന്ന് നോക്കാം. രാജ്യത്ത് ആദ്യമായി കടൽ സെൻസസ് നടത്തി രജിസ്റ്റർ തയ്യാറാക്കിയ സന്നദ്ധ സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ്. സമുദ്ര ആവാസ വ്യവസ്ഥയെക്കുറിച്ചും കടൽ തീരങ്ങളിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഈ കടൽ സെൻസസ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് സംഘടനയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അറിവുകൾ ഉപയോഗിച്ച് കടലിനടിയിലെ ആവാസ വ്യവസ്ഥ മാപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. അടുത്തത് കതിര് ക്ലബ്ബ് എന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ കൃഷിയോട് താല്പര്യം വളർത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി കേരള കൃഷി വകുപ്പ് സ്കൂളുകളിൽ ആരംഭിക്കുന്ന ക്ലബ്ബുകളുടെ പേരാണ് കതിര്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വഴി പഠന സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കതിർ ആപ്പ് PSC മുൻവർഷ ചോദ്യമാണ്. കതിർ ആപ്പ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. കാർഷിക പദ്ധതികൾക്കായുള്ള അപേക്ഷ, മണ്ണ് പരിശോധന, കീടരോഗ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ, വിപണനം, കാർഷിക യന്ത്രങ്ങളുടെ സേവനം, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടങ്ങി കർഷകർക്ക് കൃഷിയിടത്തു നിന്ന് തന്നെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനമാണ് കതിർ ആപ്പ്. കതിർ അഥവാ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഓർക്കുക, കതിര് ക്ലബ്ബും കതിർ ആപ്പും വ്യത്യസ്തമാണ്. നിലവിലെ കേരള കൃഷിമന്ത്രിയാണ് T. സിദ്ദിഖ്. അടുത്തത് ഗൂഗിളിൻ്റെ ജനറേറ്റീവ് AI സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണെന്ന് നോക്കാം. വാർത്താമാധ്യമങ്ങളുടെ ഉള്ളടക്കം അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി ഗൂഗിളിൻ്റെ AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി CMA ലോകത്തിൽ ആദ്യമായി ഗൂഗിളിൻ്റെ ജനറേറ്റീവ് AI സേവനങ്ങൾക്ക് പ്രസാധകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയന്ത്രണം ഏർപ്പെടുത്തി. ബ്രിട്ടനിലെ വാർത്താ വെബ്സൈറ്റുകൾക്കും പ്രസാധകർക്കും അവരുടെ ഉള്ളടക്കം ഗൂഗിൾ AI സ്ക്രേപ്പ് ചെയ്യുന്നത് തടയാൻ അനുമതി നൽകുന്ന ഓപ്റ്റ് ഔട്ട് സംവിധാനം, ആട്രിബ്യൂഷൻ എന്നിവ വേണമെന്നാണ് CMA ആവശ്യപ്പെടുന്നത്. ദലൈലാമയ്ക്ക് ഗ്രാമി പുരസ്കാരം. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ തൻ്റെ 90-ാം വയസ്സിൽ ആദ്യമായി ഗ്രാമി പുരസ്കാരം നേടി. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈലാമ എന്ന ആൽബത്തിലെ മികച്ച ഓഡിയോ ബുക്ക് ആഖ്യാനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം 2026 ജൂൺ 3 ഹിമാചൽ പ്രദേശിലെ ധർംശാലയിലുള്ള ദലൈലാമയുടെ വസതിയിലെത്തി പ്രശസ്ത സരോദ് വിദ്വാൻ അംജദ് അലിഖാൻ കൈമാറി. 1989 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് 14-ാമത്തെ ദലൈലാമയായ ടെൻസിൻ ഗ്യാറ്റ്സോ. സംഗീത ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ് നൽകുന്നത് അമേരിക്കയിലെ റെക്കോർഡിംഗ് അക്കാദമിയാണ്. കണ്ടൽ രാജനെ പരിചയപ്പെടാം. കണ്ണൂർ പഴയങ്ങാടിപ്പുഴയിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചതിനാൽ കണ്ടൽ രാജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് പാറയിൽ രാജൻ. കുറ്റിക്കണ്ടൽ, പൂക്കണ്ടൽ, വള്ളിക്കണ്ടൽ, ചക്കരക്കണ്ടൽ, എഴുത്താണിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, ഉപ്പുകുറുവ ഉൾപ്പെടെ 20-ലേറെ ഇനങ്ങളാണ് രാജൻ തൻ്റെ കണ്ടൽ വനത്തിൽ നട്ടുവളർത്തുന്നത്. കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കണ്ണൂർ ജില്ലയിലാണ്. കണ്ടൽ ചെടികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഹാലോളജി. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ റിസർവ് വനമാണ് കണ്ണൂരിലെ കുഞ്ഞിമംഗലം. അടുത്തത് പില്ലർ ഓഫ് ഷെയിം എന്നാണ് നോക്കാം. 1989 ബീജിങ്ങിലെ ടിയാനൻമെൻ ചതുരത്തിൽ നടന്ന ജനാധിപത്യ പ്രക്ഷോഭത്തെ ചൈന അടിച്ചമർത്തിയതിൻ്റെ സ്മരണയ്ക്കായി തായ്പേയിൽ സ്ഥാപിച്ചിരിക്കുന്ന ശില്പമാണ് പില്ലർ ഓഫ് ഷെയിം. തായ്വാൻ്റെ തലസ്ഥാനമായ തായ്പേയിലെ സ്വതന്ത്ര ചത്വരത്തിലാണ് അഥവാ ഫ്രീഡം സ്ക്വയറിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. തായ്വാൻ്റെ ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. രാജ്യത്തിൻ്റെ കറൻസി ന്യൂ തായ്വാൻ ഡോളറാണ്. 1989 ജൂൺ 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ജനാധിപത്യ പ്രക്ഷോഭത്തെ ചൈനീസ് പട്ടാളം ടിയാനൻമെൻ സ്ക്വയറിൽ വെച്ച് അടിച്ചമർത്തിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന പ്രമേയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അസർബൈജാനിലെ ബാക്കു കേന്ദ്രീകരിച്ചാണ് 2026 ആഗോള പരിസ്ഥിതി ദിന ചടങ്ങുകൾ നടന്നത്. 1972 ജൂൺ 5 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം അഥവാ UNEP ആണ്. 1972 സ്ഥാപിതമായ UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ്. അടുത്തത്
സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സ്വാതിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. ഫൈനലിൽ ഇന്തോനേഷ്യയുടെ ഫജർ അൽഫിയാൻ മുഹമ്മദ് ഷൊഹീബുൽ ഫിക്രി സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. കായികരംഗത്തെ പരമോന്നത ഇന്ത്യൻ പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 ഈ സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ആക്ടിനാർക്ടസ് ഒഡീസി എന്താണെന്ന് നോക്കാം. ഒഡീഷ തീരത്ത് നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സൂക്ഷ്മ സമുദ്രജീവിയായ ടാർഡിഗ്രേഡുകൾ അഥവാ ജലക്കരടിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആക്ടിനാർക്ടസ് ഒഡീസി. ഗോവയിലെ CSIR സമുദ്രശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിഷ്ണുദത്തനാണ് ജീവിയെ കണ്ടെത്തിയത്. കടുത്ത താപനില, മർദ്ദം, റേഡിയേഷൻ എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ജീവികളാണ് ടാർഡിഗ്രേഡുകൾ. അടുത്തത് നോർവേ ചെസ്സിനെ കുറിച്ച് നോക്കാം. ക്ലാസിക്കൽ ചെസ് ടൂർണമെൻറ്റായ നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി പ്രജ്ഞാനന്ദ. ആകെ 18 പോയിന്റുകൾ നേടിയാണ് പ്രജ്ഞാനന്ദ വിജയമുറപ്പിച്ചത്. വിജയത്തിലേക്കുള്ള വഴി ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ 2 തവണയും ഇന്ത്യയുടെ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷിനെ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചിരുന്നു. വനിതാ വിഭാഗത്തിൽ കസക്കിസ്ഥാൻ താരം ബിബിസാര അസോബയോവയാണ് വിജയിച്ചത്. അടുത്തത് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് കശ്യപ് അന്തരിച്ചു. ജൂൺ 4-നാണ് മരണപ്പെട്ടത്. 100-ലധികം പുസ്തകങ്ങളുടെ രചയിതാവായ അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോകസഭയുടെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശസ്തമായ പുസ്തകങ്ങൾ രചിച്ച ഇദ്ദേഹം രാജ്യത്തെ മികച്ച ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. സുഭാഷ് കശ്യപിൻ്റെ നമ്മുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഭരണഘടനാ നിയമത്തിനും ഒരു ആമുഖം, ഇന്ത്യയുടെ ഭരണഘടന, വിദ്യാർത്ഥികൾക്കുള്ള ഒരു കൈപ്പുസ്തകം എന്നീ പാഠപുസ്തകങ്ങൾ രാഷ്ട്രമീമാംസ, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നവർക്കും പ്രിയപ്പെട്ടവയായിരുന്നു. അടുത്തത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപ്പാദന വളർച്ച 7.7% ഉയർന്നു. സാമ്പത്തിക രംഗത്തെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രധാന ഏജൻസി ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ NSO. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഒരേ സമയം 4 ഹൈക്കോടതികളിൽ വനിതാ ചീഫ് ജസ്റ്റിസുമാർ ചുമതലയേറ്റ ചരിത്ര നേട്ടം 2026-ലുണ്ടായി. ജസ്റ്റിസ് മീനാക്ഷി മദൻ റായ് പട്ന ഹൈക്കോടതി, ജസ്റ്റിസ് സുനിത അഗർവാൾ ഗുജറാത്ത് ഹൈക്കോടതി, ജസ്റ്റിസ് രേവതി മോഹിത് മേഘാലയ ഹൈക്കോടതി, ജസ്റ്റിസ് ലിസ ഗിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി എന്നിവരാണ് ഈ പദവികൾ അലങ്കരിക്കുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഹൈക്കോടതികളിൽ 781 ജഡ്ജിമാരിൽ 116 പേർ മാത്രമാണ് വനിതകളുള്ളത്. ഏതാണ്ട് 14.85%മാണിത്. ഭരണഘടനയുടെ 214-ാം അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്നത്. ഒരു ഇന്ത്യൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത് ആണ്. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്നു ഇവർ. പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന് വിട. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുകയും മലയാള ചലച്ചിത്ര പ്രേമികൾക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ നൽകുകയും ചെയ്ത ശ്രീ സലീം കുമാർ 2026 ജൂൺ 6-ാം തീയതി അന്തരിച്ചു. 2010-ലാണ് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയത്. 2005-ൽ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ 2ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിരുന്നു. 2013 സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ മികച്ച ഹാസ്യതാരത്തിനുള്ള പുരസ്കാരം നേടിയിരുന്നു. കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാർ ആകണം, കമ്പാർട്ട്മെൻറ്റ് എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ശ്രീ സലീം കുമാറിന് സൂക്കോ PC-യുടെ ആദരാഞ്ജലികൾ. അടുത്തത് 2026-ലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയ 19-കാരിയാണ് മിറ ആൻഡ്രീവ. ഫൈനലിൽ പോളണ്ടിൻ്റെ മായ എലിൻസ്കിയെ പരാജയപ്പെടുത്തിയാണ് 8ാം റാങ്കുകാരിയായ റഷ്യൻ താരം മിറ തൻ്റെ കരിയറിലെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പുരുഷ വിഭാഗത്തിൽ അലക്സാണ്ടർ സിവരേവാണ് കിരീടം നേടിയത്. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ്സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റാണ് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് പൈലറ്റായിരുന്ന റോളൺ ഗാരോസിൻ്റെ സ്മരണാർത്ഥം ആ പേരിലും ഇതറിയപ്പെടുന്നു. ടെന്നീസ് ചരിത്രത്തിൽ കളിമൺ കോർട്ടിലെ രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്നത് സ്പാനിഷ് ഇതിഹാസ താരമാണ് റാഫേൽ നഡാൽ. അടുത്തത് സച്ചിൻ ടെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയാണ് വൈഭവ് സൂര്യവംശി സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത്. ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചാണ് വൈഭവ് സൂര്യവംശി ഈ നേട്ടം സ്വന്തമാക്കിയത്. 15 വർഷവും 71 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം നേടിയത്. 13-ാം വയസ്സിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ IPL കരാർ സ്വന്തമാക്കിയ താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി.
2025 IPLലാണ് 35 പന്തിൽ സെഞ്ചുറി നേടി റെക്കോർഡിട്ടത്. വെറും 14 വയസ്സും 32 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് താരം ഈ നേട്ടം സ്വന്തമാക്കിയത്. 2026 സീസണിൽ കൂടുതൽ റൺസ് നേടുന്നവർക്കുള്ള ഓറഞ്ച് ക്യാപ്പും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. 2026 ജൂൺ മാസം ആദ്യ വാരത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.